സാറെന്താ ഇവിടെ ഈ നേരത്ത്? നഗരം ഭരിക്കുന്ന നമ്പൂതിരിയല്ലേ, ഇല്ലത്ത് വന്നൊന്ന് കണ്ടിട്ട് പോകാന്ന് കരുതി. എനിക്കിത് ഇല്ലം തന്നെയാ. കണ്ടില്ലേ, സെൽഫ് കുക്കിങ്ങും വെജിറ്റേറിയനും പൂജാമുറിയും ഒക്കെ ആയിട്ട്. ഈ അസമയത്ത് വാതിലും തുറന്നിട്ട് അകത്ത് കയറിയിരുന്നാൽ എങ്ങനെയാണോ? വല്ല വടിവാളും വെട്ടുകത്തിയുമായി ശത്രുക്കളാരെങ്കിലും കടന്നു വന്നാൽ നഗരം പിറപ്പിക്കുന്ന കമ്മീഷണർ അല്ലേ? അങ്ങനെ ഭയപ്പെട്ടാ പിന്നെ ഈ പണിക്ക് പറ്റുമോ സാർ? ആ, സാറിന് കഴിക്കാൻ എന്തെങ്കിലും? ഏയ്, ഒന്നും വേണ്ട. തന്റെ ഈ വിനയവും എളിമയും അത് തന്നെ ധാരാളം. അതുകൊണ്ടാണല്ലോ കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് താൻ ഈ കമ്മീഷണർ കസേര വരെ എത്തിയത്. ഇനി ആ DGPയുടെ വലിയ കസേര അത് ഞാൻ ഒപ്പിച്ചു തരും. പക്ഷേ ഉച്ചിയിൽ വെച്ച കൈകൊണ്ട് ഉദകക്രിയയും ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ചാൽ എങ്ങനാ കമ്മീഷണറെ? ബ്രാഹ്മണ കുടുംബത്തിന്റെ ആത്മഹത്യയിൽ ഉന്നത നേതാവിന് പങ്ക്. തലക്കെട്ട് കൊള്ളാം, നല്ല ക്യാപ്ഷൻ. പക്ഷെ ആ ഉന്നതൻ ആരാണെന്ന് നാട്ടുകാർ ഊഹിക്കും മുമ്പ് ഞാൻ ഊഹിക്കണ്ടേ? പൊളിറ്റിക്കൽ ജീനിയസ് നരേന്ദ്രബാബുജി. അങ്ങനെ ഒരു വാർത്ത വന്ന അതെന്റെ രാഷ്ട്രീയ ഭാവിക്ക് തകരാറാവില്ലേ കമ്മീഷണറെ? അത് ഒഴിവാക്കാൻ തനിക്ക് പറ്റും. എങ്ങനെ? താൻ തുറന്ന ഈ തൃക്കണ്ണ് താൻ തന്നെ അടച്ചേക്കണം. എന്നിട്ട് ആ ചെറിയ തെളിവില്ലേ, ആ കാസറ്റ്, അതിങ്ങി തന്നേക്കണം. പകരം ഞാനും തരും. ഒരു പുരുഷായുസ് മുഴുവൻ തലയിൽ തൊപ്പി വെച്ചാലും കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പണം, ലക്ഷങ്ങളോ കോടികളോ, പിന്നെ നേരത്തെ പറഞ്ഞ ആ വലിയ കസേരയിൽ. എന്താ പോരെ? പിന്നെ ധാരാളം. ഇതൊക്കെ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു അബദ്ധം കാണിക്കുമായിരുന്നോ സാർ? എടോ, ഒപ്പം നിൽക്കുന്നവനെ സംരക്ഷിക്കുകയും എതിർക്കുന്നവനെ സംഹരിക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ പാരമ്പര്യം എനിക്കുള്ളത്. സാർ, ആ പാരമ്പര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒരു സമുന്നത നേതാവിന് പണ്ടൊരു സമരകാലത്ത് അണികളിൽ ആവേശം കൊള്ളിച്ചൊരു അരയത്തിപ്പെണ്ണിനോട് അനുരാഗം തോന്നി. അവിഹിതത്തിലുണ്ടായ സന്തതിയെ വെള്ളയുടുപ്പിച്ച് രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പഠിപ്പിച്ചു, പെട്ടിയെടുപ്പിച്ച് കൂടെ കൊണ്ടു നടന്നു. ജാരസന്തതിയെ പിതൃസ്നേഹം കൊണ്ട് അർഹതയില്ലാത്ത ഒരുപാട് സ്ഥാനങ്ങളിൽ കയറ്റിയിരുത്തി. ഒടുവിൽ ആ പയ്യൻ സ്വന്തം തന്തയെപ്പോലും തിരുത്താൻ കഴിവുള്ള നരേന്ദ്ര ബാബുജി എന്ന പ്രബലനായ നേതാവായി മാറി. തീർന്നില്ല സാർ, മുഴുവനും കേൾക്കണം. ഒന്നുമില്ലായ്മയിൽ നിന്ന് തുടങ്ങി ജനസേവനം മാത്രം തൊഴിലായി സ്വീകരിച്ച നിങ്ങൾക്ക് ഇന്ന് ഈ ലക്ഷങ്ങളും കോടികളും വെച്ച് എന്റെ കയ്യിലുള്ള തെളിവിന് വില പറയാനുള്ള പണം എവിടെ നിന്നുണ്ടായി? ജീവൻ ബലി കഴിച്ച് സ്വാതന്ത്ര്യം നേടിത്തന്ന മഹാരഥന്മാരുടെ ചിത്രങ്ങൾ വെച്ച് പൂജിച്ചുകൊണ്ട് നാടിനെയും നാട്ടാരെയും ഒറ്റിക്കൊടുത്തും കൂട്ടിക്കൊടുത്തും പണമുണ്ടാക്കാൻ ലേശം പോലും ലജ്ജയില്ലാത്ത ദ മോസ്റ്റ് റച്ചഡ് ഹൈടെക് പൊളിറ്റിക്കൽ ക്രിമിനൽ ആണ് നിങ്ങൾ. Yes, you said it. I'm a criminal. A born criminal. Then IPSന്റെ തൊപ്പി വെച്ച് അവസാനം വരെ നിങ്ങളെപ്പോലുള്ള നാറികൾക്ക് പാദസേവ ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഒരുത്തിനെങ്കിലും നിയമത്തിന്റെ കുരുക്കിൽപ്പെടുത്തി കൊലമരത്തിൽ കയറ്റാൻ കഴിഞ്ഞാൽ അത് ഈ നാടിനോടും നാട്ടാരോടും ചെയ്യുന്ന പുണ്യമാണെന്ന് ഞാൻ കരുതുന്നു സാർ. മിസ്റ്റർ ഋഷികേശ്. നോ, ഐ എം ഋഷികേശ് പരമേശ്വരൻ നമ്പൂതിരി. Now you may please clear out. साले कुत्ते, तू हमारे बाबूजी को जेल में भेजना चाहता है क्या?
ഹലോ ആ, ഓ, ഓ, ഓ.